അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ മിന്നലാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അഫ്ഗാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അതാഉല്ല തരാർ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു. പാക് ആക്രമണത്തിൽ സാധാരണക്കാരായ 17 പേർ കൊല്ലപ്പെട്ടതായി അഫ്ഗാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ അടുത്തിടെ നടന്ന ചാവേർ സ്ഫോടനങ്ങൾക്ക് ഉത്തരവാദികളായ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകളെയാണ് ആക്രമണം ലക്ഷ്യമിട്ടത്. അതിർത്തി മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. നിരവധി പേർ കൊല്ലപ്പെട്ടതായി അഫ്ഗാൻ അധികൃതരും സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാക് സൈന്യം 7 ഭീകരവാദ കേന്ദ്രങ്ങളിലും ഒളിത്താവളങ്ങളിലും ആക്രമണം നടത്തിയെന്ന് പാക് മന്ത്രി പറഞ്ഞു. എന്നാൽ എവിടെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന കാര്യം പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ചാവേർ ആക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്തത് എന്നാണ് പാകിസ്ഥാൻ വാർത്താ വിതരണ മന്ത്രി അതാഉല്ല തരാറിന്റെ വെളിപ്പെടുത്തൽ. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത 7 പാക് താലിബാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. ടിടിപിയുടെയും അനുബന്ധ സംഘടനകളുടെയും താവളങ്ങൾക്ക് പുറമെ IS അനുഭാവികളുടെ താവളവും ആക്രമിച്ചെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. എന്നാൽ അതിർത്തിയിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഫിത്ന അൽ ബവറിജ്, ദൈഷ്, ഖൊറേസാൻ പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നതെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണക്കാർക്കിടയിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതെന്നും അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു. പക്തിക്ക പ്രവിശ്യ, നാംഗഹാർ തുടങ്ങിയിടങ്ങളിലെ മതപഠനശാലയിലും സാധാരണക്കാർ താമസിക്കുന്നിടത്തുമാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. നിരവധി പേർ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും അടക്കം പലർക്കും പരിക്കേറ്റു. അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പാക് ആക്രമണത്തെ അപലപിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ എവിടെയും ആക്രമണം ഉണ്ടായതായി താലിബാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അഫ്ഗാനിലെ പക്തിക്ക പ്രവിശ്യയിലെ ബർമൻ ജില്ലയിലുള്ള മതപഠന കേന്ദ്രത്തിന് നേരെ പാക് വ്യോമാക്രമണം ഉണ്ടായെന്നാണ് ചോലോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പുറമെ ഖോഗ്യനി ജില്ലയിലും പലതവണ വ്യോമാക്രമണം ഉണ്ടായെന്നും പക്തിക്കയിലെ അഗുൻ, നഗർഹറിലെ ബസൂദ്, ഖനീഖൽ എന്നിവിടങ്ങളിലും ആക്രമണം ഉണ്ടായെന്നും റിപ്പോർട്ട് പറയുന്നു. അടുത്തിടെ ഉണ്ടായ ചാവേർ ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ തുടരുന്ന സംഘർഷം അടുത്തിടെ സൗദിയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയിരുന്നു. സംഘർഷത്തിൽ കുറച്ച് അയവൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇതിനൊക്കെ മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. യുദ്ധസന്നാഹമായി കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. സംഘർഷത്തിൽ എന്തായാലും പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം നടന്നിയ സംഘർഷത്തിൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്ലാമാബാദിലെ പള്ളിയിൽ അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നിൽ IS ആണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. 160ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. പാകിസ്ഥാൻ 2008 ശേഷം നടന്ന ഏറ്റവും ശക്തമായ ഭീകരാക്രമണമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റംസാൻ മാസാരംഭത്തിന് തൊട്ടു മുൻപ് ഇസ്ലാമാബാദിലും ബജൌറിലും ബന്നുവിലും ഉണ്ടായ ചാവേറാക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്നാണ് പാക് വിശദീകരണം. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ബജൌറിലെ സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറ്റി നടത്തിയ ചാവേറാക്രമണത്തിൽ 11 സൈനികരും ഒരു കുട്ടിയുമാണ് കൊല്ലപ്പെട്ടത്. അഫ്ഗാനി പൗരനാണ് ആക്രമണം നടത്തിയെന്നായിരുന്നു പിന്നീട് കണ്ടെത്തിയത്. ഈ ആക്രമണത്തിൽ മണിക്കൂറുകൾക്ക് മാത്രം മുൻപ് ബന്നുവിലെ സൈനിക സുരക്ഷാ വ്യൂഹത്തെ ലക്ഷ്യമിട്ടും ചാവേർ ആക്രമണം നടന്നിരുന്നു. എന്നാലും പാകിസ്ഥാൻ അഫ്ഗാൻ പ്രശ്നം വീണ്ടും അത് വർദ്ധിക്കുകയാണ്. സംഘർഷത്തിന് അയവില്ല. അറബ് രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രശ്നങ്ങൾ മാറുന്നത്.